ലൈലത്തുൽ ഖദർ അതൊരു പ്രതീക്ഷയാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടപ്പോൾ ലോകത്ത് എല്ലാ സ്വഹാബാക്കളും പൊട്ടിക്കരഞ്ഞ ചരിത്രം നമുക്കറിയാം. എന്നാൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് നബിയുടെ പോറ്റുമ്മയായിരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹയായിരുന്നു. സ്വഹാബത്ത് ചോദിച്ചു, മഹാനായ ഉമർ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുമ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കരയുന്നത്? അള്ളാന്റെ മുത്തുനബിക്ക് വലല്ലാഖിറതു ഖൈറുൽ ലക മിനൽ ഊല, ദുനിയാവിനേക്കാൾ ഖൈറ് ആഖിറമാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്, പിന്നെന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ കരഞ്ഞത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഇനി ഭൂമിയിൽ ജിബ്രീലിന്റെ സാന്നിധ്യം ഉണ്ടാകില്ല, മലക്കുകൾ ഇറങ്ങില്ല എന്ന് വിചാരിച്ച് കരഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങളും പറഞ്ഞു, എന്നാൽ ഈ ഉമ്മത്തിനൊരു രാത്രിയുണ്ട്, ജിബ്രീലും മലക്കുകളും ഇറങ്ങി വരുന്ന രാത്രി, തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ജിബ്രീലും മലക്കുകളും എത്തുന്ന രാത്രി, ആ രാത്രി നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.